സ്വാഗതം. ഞാൻ ഹിസാന. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ആൻഡ് ആൻസർ ഇടാൻ പോകുന്നത്. നമുക്ക് ഇന്ന് ഏതൊക്കെ വർക്ക്സ് ഉണ്ടെന്ന് നോക്കാം. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോളിയ. പിന്നെ റൈറ്റ് സെന്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. പേജ് നമ്പർ 100 and 101. അടുത്തത് റൈറ്റ് സെന്റൻസസ് യൂസിങ് ഗോയിങ് ടു given on പേജ് നമ്പർ 103 and 104. പിന്നെ പറഞ്ഞത് ആക്ടിവിറ്റി given on പേജ് നമ്പർ 105. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോളിയ. Polia is an innocent illiterate housewife. She is only an ordinary country woman. She is not at all sensible. That is why she fails to consider her husband's repeated appeals to learn to read and write. In a sense, she is clever because she wants to remain silent about the suspected love letter till she is convinced of the truth. Though an illiterate country woman, she is strongly determined. Her decision to learn to read and write in order to know the secret of the letter shows her strong determination. Polia is ambitious. On the end, when she comes to know that her husband is fully loyal to her, she bursts into tears. It is just because she is very sensitive. To sum up, Polia is a nice, innocent, clever, illiterate country woman with a strong will. അടുത്ത നമ്മൾ ഒരു ഗ്രാമറിനെ കുറിച്ചാണ് പഠിച്ചത്. ഇവിടെ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. The sun gives us light, it also gives us heat. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെന്റൻസിനെ ഒന്നാക്കാൻ നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന വാക്ക് ചേർത്ത് എഴുതാം. അതായത് ദി സൺ ഗീവ്സ് us നോട്ട് ഓൺലി ലൈറ്റ് ബട്ട് ഓൾസോ ഹീറ്റ്. എന്താണ്? ദി സൺ ഗീവ്സ് us നോട്ട് ഓൺലി ലൈറ്റ് ബട്ട് ഓൾസോ ഹീറ്റ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്, ഫ്രൂട്ട്സ് ആർ ഓൾസോ ഗുഡ് ഫോർ ഹെൽത്ത്. എന്താണ് രണ്ട് സെന്റൻസ് ഇവിടെ തന്നിട്ടുള്ളത്? അതെ, വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്, ഫ്രൂട്ട്സ് ആർ ഓൾസോ ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പൊ ഇവിടെ രണ്ട് സബ്ജക്ട്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് സബ്ജക്ട്സ്? വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് ഇവിടുത്തെ സബ്ജക്ട്സ്. അപ്പൊ ഇവിടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് പറയുകയാണെങ്കിൽ നോട്ട് ഓൺലി വെജിറ്റബിൾസ് ബട്ട് ഓൾസോ ഫ്രൂട്ട്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. എന്താണ്? നോട്ട് ഓൺലി വെജിറ്റബിൾസ് ബട്ട് ഓൾസോ ഫ്രൂട്ട്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ദി സബ്ജക്ട് ഈസ് ദ സെയിം വി യൂസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ടു കമ്പൈൻ ദ ക്വാളിറ്റീസ്. ഇഫ് ദ സബ്ജക്ട് ഡിഫർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ കംസ് ബിഫോർ ദി സബ്ജക്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ കൊണ്ട് യോജിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങളിലെയും സബ്ജക്ട് ഒന്ന് തന്നെയാണെങ്കിൽ അവയല്ലാത്ത മറ്റു വിശേഷങ്ങളെയാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ കൊണ്ട് ചേർക്കേണ്ടത്. സബ്ജക്ട് വ്യത്യാസമാണെങ്കിൽ അവയെ വേണം നോട്ട് ഓൺലി ബട്ട് ഓൾസോ കൊണ്ട് ബന്ധിപ്പിക്കേണ്ടത്. ഇത് വെച്ചിട്ടൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 100-ലുള്ളതാണ്. Look at the pictures and the words given against them. Make sentences using not only but also. ഇവിടെ ഒരു മരത്തിന്റെ പടം തന്നിട്ട് ഫ്രൂട്ട് ടു ഈറ്റ്, ഫയർവുഡ് ടു ബേൺ തന്നിട്ടുണ്ട്. രണ്ടാമത് ഫ്രൂട്ട്സിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് പൾസസ് റിച്ച് ഇൻ വിറ്റാമിൻസ്. അടുത്ത ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജവഹർലാൽ നെഹ്റു ദ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ, ഗ്രേറ്റ് റൈറ്റർ. അടുത്തത് സരോജിനി നായിഡു, പോയറ്റ്, ഫ്രീഡം ഫൈറ്റർ. അടുത്ത TV, എഡ്യൂക്കേറ്റ്, എന്റർടൈൻ. അടുത്തത് ന്യൂസ് പേപ്പർ, ലോക്കൽ ന്യൂസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ട്രീ, ഫ്രൂട്ട്സ് ടു ഈറ്റ്, ഫയർവുഡ് ടു ബേൺ അത് നോക്കാം.
അത് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും? ട്രീ ഗീവ്സ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ് ബട്ട് ഓൾസോ ഫയർവുഡ് ടു ബേൺ. ട്രീ ഗീവ്സ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ് ബട്ട് ഓൾസോ ഫയർവുഡ് ടു ബേൺ. അടുത്തത് ഫ്രൂട്ട്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട്സ് പൾസസ് റിച്ച് ഇൻ വിറ്റാമിൻസ്. അതെങ്ങനെ എഴുതും? അതെ, നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് ഓൾസോ പൾസസ് ആർ റിച്ച് ഇൻ വിറ്റാമിൻസ്. എങ്ങനെ എഴുതും? നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് ഓൾസോ പൾസസ് ആർ റിച്ച് ഇൻ വിറ്റാമിൻസ്. അടുത്ത ജവഹർലാൽ നെഹ്റു ആണ്. ദ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ, ഗ്രേറ്റ് റൈറ്റർ. അത് നമ്മളെങ്ങനെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ട് എഴുതും? അതെ, ജവഹർലാൽ നെഹ്റു വാസ് not only the great prime minister but also a great writer. എങ്ങനെയാണ്? ജവഹർലാൽ നെഹ്റു was not only the great prime minister but also a great writer. അടുത്തത് സരോജിനി നായിഡു ആണ്. പോയറ്റ്, ഫ്രീഡം ഫൈറ്റർ. ഇത് 3 വേർഡ്സും കൂടെ ചേർത്ത് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സരോജിനി നായിഡു was not only a poet but also a freedom fighter. Sarojini Naidu was not only a poet but also a freedom fighter. അടുത്തത് TV educate entertain. അതെങ്ങനെ എഴുതും? The TV not only educates but also entertains us. The TV not only educates but also entertains us. അടുത്തത് തന്നത് ന്യൂസ് പേപ്പർ, ലോക്കൽ ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ്. അത് നമ്മളെങ്ങനെ എഴുതും? അതെ, ന്യൂസ് പേപ്പേഴ്സ് ബ്രിങ് അസ് നോട്ട് ഓൺലി ലോക്കൽ ന്യൂസ് ബട്ട് ഓൾസോ ഇന്റർനാഷണൽ ന്യൂസ്. എന്താണ്? ന്യൂസ് പേപ്പർ ബ്രിങ് അസ് നോട്ട് ഓൺലി ലോക്കൽ ന്യൂസ് ബട്ട് ഓൾസോ ഇന്റർനാഷണൽ ന്യൂസ്. ഇനി അടുത്ത വേർഡ് ഏതായിരുന്നു? അടുത്ത വർക്ക്? അതെ, അബ്രഹാം ലിങ്കണിനെ കുറിച്ച് കുറച്ച് വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോയർ, പൊളിറ്റീഷ്യൻ, ഹെൽപ്പ് ദ പുവർ, കൈൻഡ് ടു ആനിമൽസ്, ഒറേറ്റർ, പുട്ട് ആൻ എൻഡ് ടു സ്ലേവറി ഇൻ അമേരിക്ക, ഫേമസ് ഫോർ ഹോണസ്റ്റി, ഗ്രേറ്റ് പ്രസിഡന്റ്. അടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, എഡ്യൂക്കേഷനിസ്റ്റ്, ടീച്ചർ, റൈറ്റർ, സ്കോളർ, ചെയർമാൻ ഓഫ് ദി യുനെസ്കോ, ഫിലോസഫർ, ഒറേറ്റർ, ഗ്രേറ്റ് പ്രസിഡന്റ്. ഇത് ബട്ട് ഓൾസോ നോട്ട് ഓൺലി വെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് അബ്രഹാം ലിങ്കണിനെ കുറിച്ച് എഴുതാം. അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കൺ വാസ് ഫേമസ് നോട്ട് ഓൺലി ആസ് എ ലോയർ ബട്ട് ഓൾസോ ആൻ ഒറേറ്റർ. അബ്രഹാം ലിങ്കൺ വാസ് ഫേമസ് not only as a lawyer but also as an orator. അടുത്തത് അബ്രഹാം ലിങ്കൺ not only helped poor people but also put an end to slavery in America. Abraham Lincoln not only helped poor people but also put an end to slavery in America. അടുത്തത് Abraham Lincoln was not only a politician but also a great president. Abraham Lincoln was not only a politician but also a great president. അടുത്ത നമുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് നോക്കാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. Dr. S. Radhakrishnan was not only a teacher but also an educationalist. Dr. S. Radhakrishnan was not only a teacher but also an educationalist. Dr. S. Radhakrishnan was famous not only as a scholar but also a philosopher. Dr. S. Radhakrishnan was famous not only as a scholar but also a philosopher. Dr. S. Radhakrishnan was not only a writer but also an orator. Dr. S. Radhakrishnan was not only a writer but also an orator. Dr. S. Radhakrishnan was not only the chairman of the UNESCO but also a great president of India. Dr. S. Radhakrishnan was not only the chairman of the UNESCO but also a great president of India. അടുത്ത സാറ് വർക്ക് തന്നത് ടീച്ചർ വർക്ക് തന്നത് ദിസ് ഡാഷ് ബി എ വെരി ബിസി വീക്കെൻഡ്. അപ്പോൾ ഇവിടെ ബി വെച്ചിട്ട്
നമ്മൾ ഗോയിങ് ടു ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ബിസി വീക്കെൻഡ്. അടുത്ത രണ്ടാമത്തേത് ഓൺ ഫ്രൈഡേ മൈ ഫ്രണ്ട് ബെൻ ആൻഡ് ഐ ഡാഷ്. ഇവിടെ ബ്രാക്കറ്റിൽ സി തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും സി ആണ് ഡാഷിൽ എഴുതേണ്ടത്. ഓൺ ഫ്രൈഡേ മൈ ഫ്രണ്ട് ബെൻ ആൻഡ് ഐ സീ എ മൂവി. ആഫ്റ്റർ ദ മൂവി വി ഡാഷ് ഡിന്നർ അറ്റ് അവർ ഫേവറേറ്റ് തായ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഡാഷിൽ ഈറ്റ് ആണ് വരുന്നത്. ആഫ്റ്റർ ദ മൂവി വി ഈറ്റ് ഡിന്നർ അറ്റ് അവർ ഫേവറേറ്റ് തായ് റെസ്റ്റോറൻറ്റ്. അടുത്തത് ടീച്ചർ തന്ന വർക്ക് ഇതാണ്. ദ ഫോൺ ഈസ് റിംഗിങ്, യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. ദി ചോയ്സ് ഓൺ ദ മെനു ഈസ് ഫിഷ് ആൻഡ് ചിക്കൻ, യു ഹേറ്റ് ഫിഷ്. നമ്മൾ എന്ത് നടക്കും? യു ആർ മീറ്റിംഗ് എ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, ഹി ഹാസ് 2 suitcases, there is a bag too. അടുത്ത നാലാമത്തെ യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു പോസ്റ്റ് എ ലെറ്റർ, ഹി ഹാസ് റിട്ടേൺ, യു ആർ ഗോയിങ് ടു സ്കൂൾ, പാസ് ദ പോസ്റ്റ് ഓഫീസ്. ഇത് ടീച്ചർ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 1, 2, 3, 4 എന്ന് വെച്ചിട്ട് അതിൻ്റെ ആൻസർ മാത്രം തരാം. നിങ്ങളത് അതിലോട്ട് തന്നെ എഴുതാം. ആൻസേഴ്സ്. ആദ്യത്തേത് ഐ വിൽ ആൻസർ ദി കോൾ. ഇപ്പോഴ് ദ ഫോൺ ഈസ് റിംഗിങ്, യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെ, ഐ വിൽ ആൻസർ ദി കോൾ. ഐ വിൽ ഹാവ് ചിക്കൻ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നത് ദ ചോയ്സ് ഓൺ ദ മെനു ഈസ് ഫിഷ് ആൻഡ് ചിക്കൻ, യു ഹേറ്റ് ദ ഫിഷ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതെ, ഐ വിൽ ഹാവ് ചിക്കൻ. അടുത്ത മൂന്നാമത്തേത് ഐ വിൽ ക്യാരി സ്യൂട്ട് കേസ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് യു ആർ മീറ്റിംഗ് എ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, ഹി ഹാസ് 2 suitcases, there is a bag too. അപ്പോൾ നമ്മൾ ഐ വിൽ ക്യാരി സ്യൂട്ട് കേസ്. അടുത്ത നാലാമത്തേത് ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു പോസ്റ്റ് എ ലെറ്റർ, ഹി ഹാസ് റിട്ടേൺ, യു ആർ ഗോയിങ് ടു സ്കൂൾ, പാസ് ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ. നമ്മൾ പോസ്റ്റ് ചെയ്യുമല്ലേ ലെറ്റർ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് അടുത്താണ് ബെല്ലൈക്കൺ ഒക്കെ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.